ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, 69-ാമത്തെ സങ്കീർത്തനം എന്ന് നമുക്ക് ധ്യാനിച്ചാലോ? ഒരു ദീനരോദനം ആണ് ഈ സങ്കീർത്തനം. ദൈവമേ, അങ്ങ് കരുണയായിരിക്കണമേ എന്ന് പറയുന്ന സങ്കീർത്തനം. 36 തിരുവചനങ്ങൾ. ദൈവ സാന്നിധ്യത്തിനുള്ള ഭക്തന്റെ ഒരു നിലവിളിയാണ് ഈ സങ്കീർത്തന ഭാഗം. അവൻ വിലപിക്കുകയാണ്. വിലപിക്കുന്നതിൻ്റെ കാരണം, ദൈവത്തിൽ നിന്നുള്ള അകൽച്ച അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കടന്നു വരുന്നു. ശത്രുവിൻ്റെ പീഡനങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നു. ഒപ്പം ശത്രുക്കൾ അവൻ്റെ നാശത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള തോന്നൽ അവനിൽ വരുന്നു. വിലാപത്തിൻ്റെ കാരണം, ദൈവത്തിൽ നിന്ന് രക്ഷ കൈവരണം എന്നുള്ള തീവ്രമായിട്ടുള്ള വിലാപമാണ്. നേതാവും ജനങ്ങളും ഒരു കുടുംബം എന്നുള്ള വിധത്തിൽ ദൈവത്തിനായിട്ട് വിലപിക്കുകയാണ്. നിസ്സഹായൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു നോക്കി അവിടുന്നിലാണ് ആശ്രയിക്കേണ്ടത് എന്ന് സങ്കീർത്തകൻ എടുത്തെടുത്ത് പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേക്ക് മാത്രമാണ് അറിയാവുന്നത് ഞങ്ങളുടെ ജീവിതം. മനുഷ്യഹൃദയത്തിൻ്റെ വേദന മുഴുവനും അങ്ങേക്ക് മാത്രമാണ് അറിയുന്നത്. അങ്ങ് മാത്രമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുന്നവൻ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ മനസ്സിലാക്കിയിട്ട് അവിടുന്ന് ഞങ്ങളെ തൃക്കൺ പാർക്കണം. കുരിശിലെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണം. തിരുവിലാവിൽ ഞങ്ങളെ ഒളിപ്പിക്കണം. ഞങ്ങൾക്ക് ശക്തി തരണം കർത്താവേ. ഇന്നത്തെ ദിവസം നമുക്ക് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ അഭയം ഗമിക്കാം. അവിടുത്തെ ശരീരത്താൽ നമുക്ക് ശക്തിപ്പെടുത്താം. തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയും വിമലീകരിക്കുകയും ചെയ്യണം. ദൈവത്തോട് നമുക്ക് ഒരു വലിയ വിലാപഗാനം, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, നീ മാത്രമാണ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ, ചിന്തകൾ അറിയുന്നത് എന്നുള്ള വിചാരത്തിൽ ജീവിക്കാം. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.